ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആമി സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ നല്ല വെയിലാണ്. ഈ ഒരു സമയത്ത് ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല മടിയാണ്. പക്ഷേ എന്നാലും എന്ത് ചെയ്യാനല്ലേ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്ത് വെക്കുന്നത് ആ സമയത്ത് കിടന്ന് നമ്മൾ ഒരുപാട് ക്ലീനിങ് ഒന്നും ചെയ്യണ്ടല്ലോ. മാത്രമല്ല ലാസ്റ്റ് നിമിഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാനൊക്കെ കാണുമല്ലോ അല്ലേ. പിന്നെ ഇപ്പോൾ ആമിക്കാണെങ്കിൽ എക്സാം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ പഠിപ്പിക്കുകയൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഇത് കുറച്ച് ക്ലീനിങ് ഒക്കെ തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ കത്തിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെയാണ് കൊണ്ടുപോയി ഹസ്ബൻഡ് ഇങ്ങനെ വേസ്റ്റൊക്കെ കത്തിച്ച് കളയുന്നത്. കുറേ പേപ്പർ കഷ്ണങ്ങളും മറ്റുമാണ്, പേസ്റ്റ് ബോർഡ് കവറിൻ്റെയും ഒക്കെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ തുണികൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, കുറേ തുണികളുണ്ടായിരുന്നേ. അപ്പോൾ തുണി മടക്കുന്നത് എനിക്ക് വലിയ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ടി വിയിൽ സിനിമയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് മടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലെ അമ്മയൊക്കെ ഫോൺ ചെയ്തിട്ട് അങ്ങനെയാണ് എൻ്റെ ഈ തുണി മടക്കലും പാത്രം കഴുകലൊക്കെ ചെയ്യുന്നത്. പിന്നെ മാക്സിമം തുണികൾ അന്നോടൊന്ന് തന്നെ മടക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ടെങ്കിലും തലേ ദിവസം ഞാൻ മടക്കി വയ്ക്കാനായിട്ട് നിന്നില്ല കേട്ടോ. കാരണം ക്ലീനിങ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് പിന്നെ മടിയായിപ്പോയി. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എല്ലാം മടക്കി വെച്ചു. അപ്പോൾ ഈ ചെറിയ ബെഡ്റൂമാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കുറേ ആയി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട്. ശരിക്കും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഞാൻ മാസത്തിലൊരിക്കൽ ചെയ്യുന്നതാണെങ്കിലും ഈ ചെറിയ റൂം എനിക്കൊരു കംഫർട്ട് കിട്ടാത്തൊരു റൂമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ആമിയുടെ ഡബിൾ ഡെക്കർ ബെഡൊക്കെ വന്നതിന് ശേഷം പിന്നെ പറയുകയും വേണ്ട. എങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചാലും അത് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാത്ത റൂം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏത് സാധനവും വലിച്ചു വാരിയിടും. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഓഫീസിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് അഴിച്ചിടുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ എല്ലാം ഒതുക്കി മടക്കി വെക്കാറുണ്ട്. പക്ഷേ എന്നാലും വീണ്ടും ഇപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സാണെങ്കിലും ആമിയുടെ ഡ്രസ്സാണെങ്കിലും ഒക്കെ പെട്ടെന്ന് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ആയിരിക്കും ഇടുന്നത്. അത് കൈയോടെ തന്നെ എടുത്ത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ മടക്കി വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷെ നടക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഈ റൂം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഷെൽഫുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ടാണ് ഈ റൂം ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ജനലിരിപ്പുണ്ടല്ലോ, അതിലാണെങ്കിൽ ഞാൻ നോക്കുകയാണ് തേനീച്ച കൂട് വെച്ചിട്ടുണ്ടോയെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ ലിവിങ് റൂമിലൊരു തേനീച്ച വന്നോന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് തരുമല്ലോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ, ഇത് ഞാൻ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മാറ്റണം. ഇപ്പോൾ ശരിക്കും ഈ ഒരു കട്ടിൽ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇതിനെ ഒരു പൊസിഷൻ മാറ്റി ഒരിടത്തോട്ടും വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജനലിനോട് ചേർത്ത് വെക്കാം. പക്ഷേ ആ ഭാഗത്താണ് നമുക്ക് സ്വിച്ച് ബോർഡ് വരുന്നത്. ആ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് ഇൻവേർട്ടറിൻ്റെ സ്വിച്ചാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറണ്ടൊക്കെ പോവുകയാണെങ്കിലും ഫോണൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കട്ടിൽ ആ ഭാഗത്ത് ഇട്ടാൽ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും കട്ടിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ആ ഒരു തുണി വെച്ചേക്കുന്ന ഷെൽഫുണ്ടല്ലോ, ആ മൂലയ്ക്ക് ഇരിക്കുന്നതല്ല, മറ്റേ ഓപ്പൺ ഷെൽഫില്ലേ, അതിനെ ഞാൻ ജനലിൻ്റെ സൈഡിലോട്ട് ആക്കാമെന്ന് കരുതുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിളാണ് ഇത്. വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഹസ്ബൻഡൊക്കെ ചെറുതായിരുന്ന സമയത്തേ മേടിച്ചിട്ടുള്ള ടേബിളാണത്രേ. അപ്പോൾ അത് ഞാൻ ആ ഒരു മെഷീൻ നേരത്തെ നമ്മൾ ഇട്ടിരുന്നില്ലേ ആ ഭാഗത്തേക്ക് വെച്ചിട്ട് മെഷീനെ നമ്മൾ കട്ടിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചുവരിനോട് ചേർത്തിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് തോന്നിയൊരു പ്ലാനാണ് ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ചുവരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ജനലും അതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഡസ്റ്റിംഗ് ഒക്കെ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഡസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ വീഡിയോയിൽ എത്രത്തോളം അറിയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരുപാട് ഡസ്റ്റാണ് കേട്ടോ. ചെറിയ റൂമും കൂടി ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ ഡസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മാറാല തൂക്കുന്ന ചൂലുണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടവും ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തു.
അതിനുശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ മെഷീൻ കൊണ്ടുപോയി പുറത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കൊണ്ടുപോയി പുറത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് എന്തോ പറയുന്നുണ്ട് പുറകിൽ നിന്ന്, അതാണ് ഞാൻ ഇടയ്ക്ക് സംസാരിച്ചത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വ്ളോഗിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ശരിക്കും പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വ്ളോഗിൽ അതിനെക്കുറിച്ച് പറയാം, ഒരു ഡേ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എല്ലാവരെയും പോലെ തന്നെയാണ് എനിക്കും ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ആണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നത് ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് പീരീഡ്സിൻ്റെ ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് പെയിനോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. പിന്നെ മൂഡ് സ്വിങ്സോ അങ്ങനെയൊന്നും ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ, ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ചും പിന്നെ പാരമ്പര്യം അനുസരിച്ചൊക്കെ ആയിരിക്കുമല്ലോ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്നൊരു പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് പീരീഡ്സ് ടൈമിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷനോ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം, ആരും അത് മൈൻഡ് ചെയ്യാതിരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ബാക്ക് പെയിൻ ആണ്. കല്യാണത്തിന് മുന്നേ ഒന്നും എനിക്ക് അങ്ങനെ ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഈ പീരീഡ്സ് ടൈം ആകുമ്പോൾ സാധാരണ ഒരു നോർമൽ ഡേ പോലെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നന്നായിട്ട് ബാക്ക് പെയിൻ കാണും കേട്ടോ. ഈ ഒരു സിസേറിയൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പെയിന്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് പണിയെടുക്കാറില്ല, അതായത് ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ വീട്ടിലെ എല്ലാ പണികളും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം കുക്കിങ്ങും നമ്മുടെ പാത്രം കഴുകലും തുണി കഴുകലും മോളെ നോക്കലും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ, എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഭാഗ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും മാറി നിൽക്കാറില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്, വീട്ടിലുള്ള സകല ജോലികളും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഡീപ്പ് ക്ലീനിങ് പോലുള്ള സംഭവങ്ങൾ ചെയ്യാറില്ല. പിന്നെ ധാരാളം വെള്ളം കുടിക്കും ആ സമയത്ത്. പിന്നെ മാത്രമല്ല നല്ലപോലെ ഉറങ്ങും കേട്ടോ. ഉച്ചയ്ക്ക് പകലുറക്കം ഞാൻ സാധാരണ അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല, പക്ഷേ ഈ ഒരു പീരീഡ്സ് ടൈമിൽ നന്നായിട്ട് ഉറങ്ങാറുണ്ട് ഉച്ചയ്ക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 ബുക്സൊക്കെ എടുത്ത് വെച്ചേക്കും ഈ ഒരു ടൈമിൽ വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് ജ്യൂസൊക്കെ കുടിക്കും കേട്ടോ, ജ്യൂസസ് ആയിട്ടൊക്കെ കുടിക്കുക. അത് ഡെയിലി നമ്മൾ കുടിക്കാറുണ്ടെങ്കിലും ഈ ഒരു ദിവസം കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഞാൻ കുടിക്കാറുണ്ട്. പിന്നെ മറ്റുള്ള രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ല. ചില സമയത്ത് ഇതുപോലെ കാലിന് നല്ല തരിപ്പും വേദനയൊക്കെ കാണും. അപ്പോൾ ആ സമയത്ത് വോളിനി എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്യും, അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കെയറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നാറുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പറയുമ്പോഴത്തേക്ക് അത് ഓർഡർ ചെയ്ത് തരും. അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ളൊരു ജോലി ചെയ്യില്ല എന്ന് മാത്രം. പിന്നെ കൂടുതലും നമ്മൾ ആ ഒരു സമയത്ത് ഹൈജീനിക്കായിട്ട് ഇരിക്കുക എന്നുള്ളതാണല്ലേ. ആ ഒരു ടൈമിൽ മാക്സിമം വൃത്തിയായി ശരീരം സൂക്ഷിക്കാനും, പിന്നെ 2 നേരം എന്നുള്ളത് ഞാൻ 3 നേരമായിട്ട് കുളിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ അന്നത്തെ ദിവസം കടന്നു പോകുന്നത്. എനിക്ക് സെക്കൻഡ് ഡേ ആണ് ഭയങ്കരമായിട്ട് പ്രശ്നം തോന്നുന്നത്. ഫസ്റ്റ് ഡേ അങ്ങനെ പ്രശ്നം തോന്നാറില്ല, ബാക്കിയുള്ള ഡേയ്സും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 7 ദിവസത്തേക്ക് വീട്ടിൽ വിളക്ക് വയ്ക്കത്തില്ല. ഹസ്ബൻഡും വീട്ടിൽ വിളക്ക് വയ്ക്കാറില്ല. മുന്നേയൊക്കെ ഹസ്ബൻഡ് വിളക്ക് വയ്ക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ വിളക്ക് വയ്ക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഹെൽത്തൊക്കെ ഓക്കെ ആയതിന് ശേഷം പിന്നീട് നന്നായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ വിളക്കൊക്കെ വയ്ക്കാറാണ് ഉള്ളത്. ആ സമയത്ത് വിളക്കിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും പോകാറില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ നമ്മുടെ ശാരീരികാവസ്ഥ. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ മാക്സിമം റെസ്റ്റ് എടുക്കുക. പിന്നെ വീട്ടിലെ പണികൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വാരി വലിച്ച് പണികളെടുക്കാതെ കുറേശ്ശെ ജോലികൾ ചെയ്യുക. എന്നിട്ട് മാക്സിമം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ ചൂസ് ചെയ്യുക. മാക്സിമം തണുപ്പുള്ള ആഹാരങ്ങളാണ് കേട്ടോ ഞാൻ ആ സമയത്ത് കഴിക്കുന്നത്. പിന്നെ പോമോഗ്രനേറ്റൊക്കെ ഒരുപാട് കഴിക്കാറുണ്ട്. പിന്നെ വാട്ടർ മെലൺ, അതുപോലെ കുക്കുംബർ ജ്യൂസ്,
പിന്നെ വെള്ളം ധാരാളം കുടിക്കും, തൈര്, ഇതൊക്കെ ശരീരം മാക്സിമം തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ കഴിക്കും. പിന്നെ എനിക്ക് ആ ടൈമിൽ ഹസ്ബൻഡ് നൊങ്ക് മേടിച്ചുകൊണ്ട് വരാറുണ്ട്, കരിക്ക് മേടിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ. ആ ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ നൊങ്ക് ഒരുപാട് കഴിക്കും. ഇവിടെയൊക്കെ എപ്പോഴും കിട്ടുന്നതാണ് നൊങ്കൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പീരീഡ്സ് ഡേ റുട്ടീൻ എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നെ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടുമെന്ന് പറയുന്ന പോലെ ഇതൊക്കെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമുക്കൊരാൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മടി പിടിച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊന്നും ചെയ്യാനായിട്ട് ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ആളുള്ളൂ, നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നാട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ഈ ഒരു ടൈമിലൊക്കെ ഒരുപാട് പണിയെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മയൊക്കെ നല്ല കൂളായിട്ടാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല ഇതുവരെയും. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അവർ പുറത്തൊന്നും പറയാത്തതായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പണികൾ അത്യാവശ്യം വലിയ രീതിയിൽ എടുത്തില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും നമുക്ക് പണികൾ ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത് കേട്ടോ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഡേയ്സ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഈ സമയത്ത് മാക്സിമം റെസ്റ്റ് എടുക്കാനാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. നമ്മളങ്ങനെ 3 പേരുള്ളൊരു ഫാമിലിയിൽ ഭയങ്കരമായിട്ട് കടുകട്ടിയുള്ള ജോലികളൊന്നും നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കൂട്ടുകുടുംബത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 പേരായ കാരണം കൊണ്ട് വലുതായിട്ട് അങ്ങനെ ഹെവി ജോലികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നെ അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ആരെയും പേടിച്ച് ചെയ്യേണ്ട അങ്ങനെ ഒരു സാഹചര്യം ദൈവം സഹായിച്ച് എനിക്കില്ലാത്തത് കൊണ്ട് എനിക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നുമില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒതുക്കി അവിടുത്തെ തുണികളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഷെൽഫൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാളിൽ ഞാൻ ഓൾറെഡി ഇവിടെ ഡീപ് ക്ലീനിങ് ചെയ്തതാണ്, കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നതാണ്. എന്നാലും ഒന്നും കൂടി ഒന്ന് ഡസ്റ്റിങ് ചെയ്യാമെന്ന് കരുതിയിട്ട്. കാരണം ചെറിയ റൂം ക്ലീൻ ചെയ്തപ്പോൾ ഇവിടുന്ന് ഡസ്റ്റ് എല്ലാം കൂടി ഹാളിലേക്ക് പോയി കാണുമല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡസ്റ്റിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ഒന്ന് മോപ്പിങ്ങും കൂടെ ചെയ്ത് എടുക്കണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. എന്താണെന്ന് അറിയത്തില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ്. എന്നാലാണ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ഒരു പൂർണ്ണത വരുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോവാണ്, ഒരുപാട് ജോലികൾ ചെയ്ത് തളരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കല്ല, വൈകുന്നേരം മാത്രമാണ് മോപ്പിങ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ എനിക്ക് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് കൈയോടെ തന്നെ മോപ്പിംഗ് ഒക്കെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ മോപ്പിംഗ് ഈ ഒരു വെയിൽ കാലം ആകുമ്പോഴത്തേക്കും രാവിലെയും വൈകുന്നേരവും ഡെയിലി ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് തണുപ്പ് വീടിനുള്ളിൽ നിൽക്കുന്നുണ്ട്. താഴെ ആയിരുന്നപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. മുന്നേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കുന്നുണ്ട് അതിന് അന്നത്തെ ദിവസങ്ങളിൽ മോപ്പിംഗ് ചെയ്യാതെ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അതൊന്നും നോക്കുന്നില്ല. കാരണം നമുക്ക് വീടിനുള്ളിൽ ഭയങ്കരമായിട്ട് ചൂട് എടുക്കുന്ന കാരണം കൊണ്ട് ഡെയിലി ഞാൻ രാവിലെയും വൈകുന്നേരവും മോപ്പിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പീരീഡ്സിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.